ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലോട്ട് കിടക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അനുമോളും മാതിലയും നൂറയും തമ്മിലുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് അനീഷ് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പരമാവധി ഇത് നീട്ടിക്കൊണ്ടുപോകാതെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വിടുക എന്നുള്ളത് പറഞ്ഞു പുള്ളിക്കാരൻ. പക്ഷെ അനുമോൾക്ക് ഇപ്പോഴും അത് കോംപ്രമൈസ് ചെയ്ത് വിടാനായിട്ട് താല്പര്യമില്ല. പുള്ളിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഉടഞ്ഞു പോയ ഒരു പാത്രം പോലെയാണ്, ഇനി ഇത് കൂട്ടിച്ചേർക്കാനായിട്ട് ഒട്ടും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ടോപ്പ് 5 കയറിയതിൻ്റെ അഹങ്കാരം തലക്കി പിടിച്ചാണ്. ടോപ്പ് 5 നൂറ കയറിയിട്ടുണ്ടെങ്കിൽ കയറിയതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു ടോപ്പ് 5 എത്തിയത്. അതിനെക്കുറിച്ച് പോലും ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം അനുമോളുടെ അടുത്തും പറ്റിയിട്ടുണ്ട്. ഇവരുടെ ഫെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ആദിലയും നൂറയും ബാക്കിൽ കൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണ്. അനുമോൾ എന്തായാലും ഈ പറഞ്ഞതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ളൊരു അലിഗേഷൻ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. കാരണം ഒരാളുടെ ഫെയിം കണ്ടിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ആ ഒരു വ്യക്തിയുടെ പിറകിൽ കൂടിയത് എന്നൊക്കെ പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഫെയിമും കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല. പ്രത്യേകിച്ച് ആദിലയും നൂറയും എല്ലാം തന്നെ സാധാരണ രീതിയിൽ വന്നിട്ട് പോലും എല്ലാവരും അവരെ ഏറ്റെടുത്തു. ആളുകൾ ജനപ്രേക്ഷകർ അവരുടെ ഹൃദയത്തിലോട്ട് അവരെ ഏറ്റെടുത്തു. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം.